ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർ മോട്ടോക്കാറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എഞ്ചിൻ റിപ്പയറിംഗ് ആണ്. അതായത് ഹീറോ ഹോണ്ട വണ്ടിയുടെ എഞ്ചിനെ നമ്മളൊന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് എഞ്ചിൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഫുള്ളായിട്ടുള്ള എഞ്ചിൻ, ഗിയർ ബോക്സ്, അതുപോലെ ക്ലച്ച്, സിലിണ്ടർ, ഹെഡ്, അങ്ങനെ ഉള്ള ഓരോരോ രീതികളായിട്ട് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ എൻജിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ബെയറിങ് കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാക്കിങ് കാര്യങ്ങളെല്ലാം ചുരണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യങ്ങളാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഗിയർ ബോക്സ് അതേപോലെ എൻജിനെല്ലാം നമ്മൾ അഴിച്ച് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗിയർ ബോക്സ് അസംബ്ലി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അസംബ്ലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീല് കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ വരുന്ന വാഷർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതാണ് ഗിയർ സെലക്ടർ. അപ്പോൾ ഈ ഒരു സെലക്ടർ കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേസിൽ വെച്ച് ഇത് സെറ്റ് ചെയ്യാം. ഇവിടുത്തെ ബെയറിങ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്, എല്ലാം പുതിയ ബെയറിംഗ് ആണ്. അതിനുശേഷം നമുക്ക് ഗിയർ ബോക്സിലേക്ക് അസംബിൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഗിയർ വീലുകളെല്ലാം ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കറക്കി ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഏതെങ്കിലും സൈഡിലൊക്കെ ഇറങ്ങാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കേസ് അടയാതെ വരുന്നൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ബോക്സിൻ്റെ എല്ലാ ഭാഗത്തോട്ടും രണ്ട് സൈഡിലേക്കും ജസ്റ്റ് ഗിയറുകൾ വീഴുന്നുണ്ടോ എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം നമുക്ക് പാക്കിങ് കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഗിയർ വീല് കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്രാങ്ക്. ഈ ക്രാങ്കിൻ്റെ ഈ ഒരു കണക്ടറിനോട് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് എല്ലാവരും ലെയ്ത്തിൽ കൊടുത്തിട്ട് മാറ്റുന്നത്. ഇതിപ്പോൾ നമ്മൾ പുതിയ ക്രാങ്ക് അസംബ്ലിയാണ് മാറ്റിയിരിക്കുന്നത്. ലെയ്ത്തിൽ കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് പുതിയ അസംബ്ലി ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ നല്ല രീതിയിൽ തന്നെയുള്ള ഒറിജിനൽ ക്രാങ്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രാങ്ക് നമുക്കിതിലിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എഞ്ചിൻ്റെ കേസിൽ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും പാക്കിങ് വരുന്നുണ്ട്. ഇവിടുത്തെ സൈഡിൽ വരുന്ന പാക്കിങ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. പഴയ പാക്കിങ്ങിനെയൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി പുതിയ പാക്കിങ് ഫിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ കവർ അടയ്ക്കാം. കവർ അടയ്ക്കാനായിട്ട് ജസ്റ്റ് കിക്കറിൻ്റെ ഈ ഒരു ഷാഫ്റ്റിലേക്ക് ജസ്റ്റ് പിടിച്ചിട്ട് ഒരു നമുക്കൊന്ന് കറക്കി കൊടുക്കണം. കറക്കി കൊടുക്കുമ്പോഴേ കേസ് അടയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കവറിങ് കാര്യങ്ങളെല്ലാം ആയിട്ട് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരുന്ന കുറച്ച് അതിൻ്റെ നീഡിൽസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓയിലിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്ലച്ചിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഗിയറിൻ്റെ ഷാഫ്റ്റ് ജസ്റ്റ് കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിൽ സെറ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് നീഡിലുണ്ട്. നമുക്ക് ഇത്രയും നീഡിലുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് 4 ഗിയറാണുള്ളത്. അപ്പോൾ 4 ഗിയർ വരുന്ന വണ്ടിക്ക് 4 നീഡിലിനകത്ത് സെറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്ക്രീൻ ഫിൽറ്റർ. ഈ ഫിൽറ്റർ നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വണ്ടി പുകയോ കാര്യങ്ങൾ സൗണ്ടൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഗിയറിൻ്റെ സെലക്ടറിൻ്റെ മണ്ടയിൽ വരുന്ന ഒരു വലിയൊരു സ്റ്റോപ്പറാണ് ഇതിൻ്റെ. ഈ ഒരു സ്റ്റോപ്പറും അതിൻ്റെ നമുക്ക് ബോട്ടും ഇട്ട് ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലിടാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീലാണ്. ഇതാണ് നമ്മളെ പ്രൈമറി ഗിയർ. ഈ ഒരു പ്രൈമറി ഗിയർ നമ്മൾ ക്രാങ്കിൻ്റെ ഈ ഒരു മില്ലിങ്ങിലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുക. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം. അതിനുശേഷം അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഗിയറിൻ്റെ റോളറാണ്. ഇത് നമ്മളൊരു 5 mm അല്ലെങ്കിൽ ബോൾട്ട് വരുന്ന ഒരു ബോൾട്ടാണ്. അത് നമുക്ക് അല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ചെയ്യുക.
എന്നിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഗിയർ ഷിഫ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ റോളറെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ വാഷർ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം നമുക്കിവിടെ ഒരു വാഷർ വരുന്നുണ്ട്. ആ ഒരു വാഷർ പ്രസ് ചെയ്തിടുക. അതിനുശേഷം നമുക്കൊരു ഹോൾഡർ വരുന്നുണ്ട്. ഒരു ഹോൾഡർ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബെല്ല് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ബെല്ല്. അപ്പോൾ ഈ ഒരു ബെല്ലും ഈ ഒരു പ്രൈമറി ഗിയർ ആയിട്ട് നമുക്ക് ബന്ധിപ്പിച്ച് കറക്റ്റ് നമുക്കിത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു നൈസ് ഒരു കട്ടി കുറഞ്ഞ ഒരു വാഷർ വരുന്നുണ്ട്. ആ വാഷറിന് ശേഷം 2 പ്ലെയിൻ വാഷർ വരുന്നുണ്ട്. ഇതാണ് നമ്മളെ 2 സ്റ്റോപ്പറായിട്ട് ഉള്ളൊരു വാഷറാണ്. കണ്ടു കഴിഞ്ഞാൽ പൊട്ടിപ്പോയതുപോലെ തോന്നുന്ന ഒരു ടൈപ്പ് വാഷറാണ് നമുക്ക്. അതിനുശേഷം ഒരു കപ്പ് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു കപ്പും കൂടി സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി ക്ലച്ചിൻ്റെ ബേസുകളാണ്. ക്ലച്ചിൻ്റെ ബേസ് കഴിഞ്ഞ ഒരു പ്ലേറ്റാണ് ഇടുന്നത്. പ്രഷർ പ്ലേറ്റ്, അതേപോലെ ബേസ്, അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസുകളെല്ലാം ആയിട്ട് സെറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകണം റോട്ടർ ഫിൽറ്റർ എന്ന് പറഞ്ഞുള്ളൊരു ഫിൽറ്ററാണ്. ഇതൊരു റോട്ടർ ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു വാഷർ, ഒരു ബോൾട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോട്ടർ ഫിൽറ്ററിൻ്റെ ഈ ഒരു പാക്കിംഗ് ഉണ്ടോ, ഈ ഒരു പാക്കിങ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓയിൽ കറക്റ്റ് നമ്മളെ ക്രാങ്കിലേക്ക് കിട്ടാതെ വരുമ്പോഴാണ് ക്രാങ്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിംഗ് എന്തായാലും മാറ്റുക. പുതിയൊരു പാക്കിംഗ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം 4 സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ 4 സ്റ്റാറിൻ്റെ സ്ക്രൂവും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്താം. ഇനി ഇടയിൽ ചെറിയൊരു ഒരു കപ്പ് പോലെ വരുന്നുണ്ട്. നമ്മൾ ഓയിൽ എപ്പോഴും ക്ലച്ചുമായിട്ട് നനഞ്ഞിരിക്കാനായിട്ടൊരു കപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കപ്പിൻ്റെ 10-ന് 2 ബോൾട്ട് ഉണ്ട്. അതുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്ക് ക്ലച്ച് കവറെല്ലാം ഇട്ടൊന്ന് അടയ്ക്കാം. നമ്മൾ ക്ലച്ച് കവറിൻ്റെ പാക്കിംഗ് ആണ്. ഈ ഒരു പാക്കിംഗ് എല്ലാം ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കവറൊന്ന് അടച്ചു കൊടുക്കുക. നമ്മൾ പിസ്റ്റണും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പാക്കിങ്ങും കൂടി വെച്ച് കൊടുക്കുക. പാക്കിങ് വെച്ചതിന് ശേഷം നമുക്ക് സിലിണ്ടർ ഇറക്കണം. അപ്പോൾ സിലിണ്ടറിൽ നമ്മൾ ചെറുതായിട്ട് ഓയിൽ നനച്ചിട്ടുണ്ട്. ഓയിൽ നനയ്ക്കാതെ സിലിണ്ടർ ഇറക്കരുത്. അപ്പോൾ ഓയിൽ നമ്മൾ ജസ്റ്റ് നനച്ചിട്ടുണ്ട്. നനച്ചതിന് ശേഷമാണ് നമ്മൾ പിസ്റ്റൻ്റെ റിങ്ങിനെ നമ്മൾ പ്രസ് ചെയ്ത് കൊണ്ടാണ് ആ കിറ്റിനുള്ളിലേക്ക് പിസ്റ്റനെ പ്രസ് ചെയ്ത് ഇറക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെഡിൻ്റെ ഒരു പാക്കിങ് വരുന്നുണ്ട്. ഹെഡിൻ്റെ പാക്കിങ് സെറ്റ് ചെയ്യുക. ഹെഡിൻ്റെ പാക്കിങ് പാഷൻ പ്രോ ഡീലക്സ് വണ്ടികളിൽ ബ്ലാക്ക് പാക്കിംഗ് ആണ് വരാറ്. സ്പ്ലെൻഡറിനൊക്കെ നമുക്ക് വരുമ്പോൾ വൈറ്റ് കളർ പാക്കിംഗ് ആണ് വരുന്നത് ഹെഡ് പാക്കിങ്. ഇനി നമുക്ക് ഈ ടൈമിംഗ് ചെയിൻ ഇതിലേക്ക് കൊടുത്ത്
ഈ ഒരു സൈഡിൽ കൂടി ഒരു സെൻറ്ററിലൊരു വീലുണ്ട്, ആ വീലിനുള്ളിൽ കൂടി നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഹെഡ് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലത്തെ മാഗ്നറ്റ് സൈഡ് കവറിങ് എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഹെഡ് നമ്മളിപ്പോൾ അസംബ്ലി ചെയ്ത് വെച്ചിട്ടുണ്ട്. അസംബ്ലി ചെയ്തതിന് ശേഷം നമ്മൾ ഹെഡ് സിലിണ്ടറിന് മുകളിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പാക്കിങ് വരുന്നുണ്ട്, ടോപ്പിലായിട്ട് വരുന്ന ഒരു പാക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പാക്കിങ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ടോപ്പിലിടുന്ന ഒരു അടപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ അടപ്പും കൂടി അടയ്ക്കുക. അടച്ചതിന് ശേഷം നമുക്ക് 4 വാഷറും അതിൻ്റെ 4 നട്ടും വരുന്നുണ്ട്. അത് നമുക്ക് 10ൻ്റെ നെട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 4 വാഷർ സെറ്റ് ചെയ്തതിന് ശേഷം ആ നെട്ടും കൂടി വെച്ച് ടൈറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ടൈമിങ്. അടുത്ത നമ്മൾ ടൈമിങ് സെറ്റ് ചെയ്യണം. ടൈമിങ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ക്രാങ്ക്, അതായത് പിസ്റ്റൺ ടോപ്പിൽ നിർത്തുക. പിസ്റ്റൺ ടോപ്പിൽ നിർത്തിയിട്ടാണ് ടൈമിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈമിംഗ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ എൻജിൻ ചേസിന് കയറ്റിയിട്ടുണ്ട്. ചേസിൽ കയറ്റിയതിന് ശേഷം അടുത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളത് വെച്ചാൽ പാഷൻ പ്രോ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. HF ഡീലക്സ് പോലത്തെ വണ്ടികളിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചേസിൽ കയറ്റിയിട്ടുണ്ട്. പ്രോയും HF ഡീലക്സ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ നമുക്ക് സെയിം എഞ്ചിനാണ് വരുന്നത്. പാഷൻ പ്രോയും ഡീലക്സും സെയിം എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ സെൽഫിൻ്റെ ഭാഗങ്ങളാണ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സെൽഫിൻ്റെ മോട്ടറിൽ നിന്ന് ചെറിയൊരു ചെയിൻ വഴി നമുക്ക് 1 വേ ക്ലച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പല്ല് ഈ ഒരു ചെയിൻ വിട്ടതിന് ശേഷം നമുക്കിവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ഒരു ലോക്ക് ഒരു 8ൻ്റെ ബോൾട്ടുമാണ് വരുന്നത്. ഇത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ഒരു മോട്ടറിൻ്റെ ആ ഒരു ഷാഫ്റ്റിൻ്റെ അവിടെ തന്നെ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ഒരു വീല് വെളിയിലേക്ക് കറങ്ങി വരാതിരിക്കാനാണ് നമുക്ക് ആ ഒരു ലോക്ക് വെച്ചേക്കുന്നത്. ആ ലോക്കിലൊന്ന് സ്റ്റോപ്പ് ആയിക്കോളും. അപ്പോൾ ആ ലോക്കൊന്ന് ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാഗ്നറ്റ് സൈഡ് കവറൊക്കെ ഒന്ന് അടച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഫ്ലൈ വീലാണിത്. ഈ ഫ്ലൈ വീലിൻ്റെ ഈ ഒരു ഗാഡി വരും. ആ ഗാഡിയും കൂടി കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് നെട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് എഞ്ചിനിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമ്മൾ എഞ്ചിൻ പണിയും. ഈ ഫ്ലൈ വീലിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ എഞ്ചിൻ പണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും തന്നെ എൻജിൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ രീതി, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു കംപ്ലൈൻറ്റുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.